മെഡിക്കൽ അലൈഡ് സയൻസ് കോഴ്സസ് കേരളത്തിൽ തന്നെ പഠിക്കാമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ കേരളത്തിന് വെളിയിൽ പോകുന്നത്? അതായത് കേരളത്തിൽ നല്ല കോളേജസ് ഉണ്ട്, ക്വാളിറ്റിയും ഉണ്ട്, പക്ഷേ സീറ്റ് ഭയങ്കര ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ കോമ്പറ്റീഷനും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീസും കമ്പാരിറ്റീവ്ലി ഒരുപാട് ഹയർ ആണ്. നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകയും പോലെയുള്ള സ്റ്റേറ്റ്സിലൊക്കെ നല്ല അഫോർഡബിൾ ഫീസിൽ നല്ല ടോപ്പ് കോളേജസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം നല്ല ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചറും ക്ലിനിക്കൽ എക്സ്പോഷറും ഒക്കെ ഉണ്ട്. പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അബ്രോഡിലോട്ടൊക്കെ ജോബ് നോക്കുന്നവർക്ക് അവിടെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ക്വാളിറ്റി സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ലാബ്സ്, എക്യുപ്മെന്റ്സ് ഒക്കെ മോർ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ലേണിംഗ് ഒരുപാട് സ്ട്രോങ് ആവും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്ലിനിക്കൽ എക്സ്പോഷർ, അതായത് ഈ ഹയർ പേഷ്യൻറ്റ് ഫ്ലോ ഒക്കെയുള്ള ഹോസ്പിറ്റലിൽ ട്രെയിനിങ് കിട്ടുമ്പോഴേക്ക് ഇവർക്കത് കരിയറിൽ ഒരുപാട് ഗുണം ചെയ്യും. ഇവർക്ക് എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ ഫ്യൂച്ചറിൽ കരിയറിൽ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ റൈറ്റ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ കേരളത്തിൽ പുറത്ത് പഠിക്കുന്നത് എപ്പോഴും ഒരു സ്ട്രോങ് അഡ്വാൻറ്റേജ് തന്നെയാണ്.